ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ചപ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ആരും തന്നെ കമൻറ്റ് ചെയ്യലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പച്ചരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണ് അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് മോള് എപ്പോഴും ഞാൻ കിച്ചണിൽ എന്തെങ്കിലും പണിയാണെങ്കിൽ അവൾ പാഞ്ഞ് വരും ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 1.5 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേപോലെ 1.5 ഗ്ലാസോളം ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തു. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നേരെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും മോള് ഒപ്പമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളം തിളച്ചപ്പോൾ പത്തിരിപ്പൊടി ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നേരെ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചില്ല. നമ്മൾ പത്തിരിയൊക്കെ വാട്ടിന് അതേ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ജാറിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. തേങ്ങയും നല്ല ജീരകവും കൂടി. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് അല്പം മൈദപ്പൊടി കൂടി ചേർത്തിട്ട് ഒരു കാൽ ഗ്ലാസ് മൈദപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ട് ഇതിപ്പോൾ നല്ലൊന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത്രയും കട്ടിയിൽ ആദ്യം ഒന്ന് ഒരു വലിയ ബോൾസാക്കി എടുത്തിട്ട് അത് ഇതേ രീതിക്കൊന്ന് പരത്തിയെടുക്കാൻ കേട്ടോ. തിന്നായിട്ടല്ല, ഒരുവിധ കട്ടിയിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. നമ്മളെ കട്ടിപ്പത്തിരി പൊരിച്ച പത്തിരി അല്പം കട്ടിയിലാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമുക്കൊന്ന് എടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒരു അടപ്പ്, ടിഫിൻ ബോക്സിൻ്റെ മൂടിയോ അടപ്പൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ് ആയാലും മതി കേട്ടോ. അങ്ങനെ ഉള്ളതെടുത്തിട്ട് ഇതേപോലെ ഇത്രയും കട്ടിയിലാണ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇതേ രീതിക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന മാവ് അതും കൂടി അതേപോലെ ഒന്നുകൂടി ബോൾസാക്കിയിട്ട് വീണ്ടും മൈദ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഇതേ രീതിക്കൊന്ന് ചെയ്തെടുക്കുകയാണ്. ചിലതൊക്കെ വക്ക് ഷേപ്പില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഒക്കെ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. കടായി നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലും തന്നെ നല്ലോണം ചൂടായി വരണം. എല്ലാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്, ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വയറും മനസ്സും ഒക്കെ ഒരുപോലെ നിറയുന്ന ഒരു സാധനമാണ്. നമുക്ക് ചായൻ്റെ ഒപ്പം നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാതെയും സപ്പോർട്ട് ചെയ്തും കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. കണ്ടില്ലേ, ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം കണ്ടില്ലേ, ഇത്ര നല്ല ഗോൾഡൻ കളറിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ 3 വെച്ചിട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും എൻ്റെ അടുത്തുനിന്ന് ഒന്ന് വീണ് പോയിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. നേരെ അത് പാത്രത്തേക്കാണ് വീണത്. ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ എൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്നാവോ മൂന്നാമത്തത് എങ്ങനെയായാലും വതിക്ക് നേരെ പാത്രത്തിൽ കൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള നമ്മൾ പൊരിച്ചത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, അസ്സലാമു അലൈക്കും.